ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ സൂപ്പർ ഹിറ്റ് പ്രമോ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. ഇന്നത്തെ വിശേഷവും പ്രമോയൊക്കെ കണ്ടിട്ട് നിങ്ങൾ കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. അപ്പൊ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതുപോലെ ഒരു ടാർജറ്റ് ഉണ്ട്, 1K ലൈക്കാണ്. അപ്പൊ എല്ലാവരും മാക്സിമം ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പൊ നമുക്ക് നേരെ നാളത്തെ കഥയിലേക്ക് പോയാലോ. അങ്ങനെ ലാസ്റ്റ് ഭാഗമായിട്ട് കണ്ടത് വേറെ ഒന്നുമല്ല, ശ്രീകാന്തിനെയും വർഷേനെയാണ്. അങ്ങനെ നമ്മുടെ വർഷ ശ്രീകാന്തിന് ഒരു ഫോണൊക്കെ സമ്മാനമായിട്ട് കൊടുത്തു. ഇതൊക്കെ കഴിഞ്ഞിട്ട് പറഞ്ഞു, എന്നെ വീട് വരെ ഒന്ന് കൊണ്ടുവിടണം, ഞാൻ സ്കൂട്ടർ എടുത്തിട്ടില്ല, നിനക്ക് എന്നെ വീട് വരെ ഒന്ന് കൊണ്ടുവിടാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് ശ്രീകാന്ത് പറഞ്ഞു, അതിനിപ്പോ എന്താ കുഴപ്പം, വീട് വരെ കൊണ്ടുവിടാന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മുടെ ശ്രീകാന്തിന്റെ ബൈക്കിന്റെ പുറകിൽ കയറി നേരെ വർഷ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പൊ ഇതേ സമയത്ത് തന്നെ നമ്മുടെ വർഷയുടെ അച്ഛനെ കാണിക്കുന്നുണ്ട്. കാലിതുള്ളിയാണ് കേട്ടോ വീട്ടിലേക്ക് കയറി വരുന്നത്. അപ്പൊ വർഷയുടെ അച്ഛന്റെ ഭാര്യ, അതായത് വർഷയുടെ അമ്മ ചോദിച്ചു, എന്തു പറ്റി, എങ്ങനെയായി, ലേബർ കോർട്ടിൽ പോയിട്ട് എന്താ വിധി എങ്ങനെയാ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും, ദേ എനിക്ക് നല്ല ദേഷ്യം വന്നിരിക്കുക. എന്തൊക്കെയാണെന്നറിയാമോ ആ ജഡ്ജി എന്നോട് ചോദിച്ചത്, എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തോലി ഉരിഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ മതി. എന്താ മനുഷ്യ സംഭവിച്ചത് എന്താണെന്ന് പറയാം. എന്ത് ചെയ്യാനാ, അവരുടെ വാദം ജയിച്ചു, അവരാ ജയിച്ചത്. ഞാന് 1,00,000 രൂപ ഇനി അവർക്ക് കൊടുക്കണം നഷ്ടപരിഹാരമായിട്ട്. 1,00,000 രൂപ അവർക്ക് നഷ്ടപരിഹാരമായിട്ട് എന്തിനാ കൊടുക്കണത്? അല്ല, ഇത്രയും നാള് ഞാൻ പെൻഷൻ തടഞ്ഞു വെച്ചില്ലേ, അതിന് ജഡ്ജി എനിക്ക് തന്ന ശിക്ഷയാണ് ഈ 1,00,000 രൂപ എന്ന് പറയുന്നത്. അതെങ്ങനെ ശരിയാകും? നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസ എടുത്ത് അങ്ങനെ വെറുതെ കൊടുക്കാനായിട്ട് പറ്റുമോ എന്നിങ്ങനെ വർഷയുടെ അമ്മ ചോദിച്ചപ്പം, എന്ത് ചെയ്യാനാ, ഇതെല്ലാം ഇത്ര ആയില്ലേ. എനിക്ക് അയാളെ സത്യം പറഞ്ഞിട്ടുണ്ട് തീയിലിട്ട് ചൂടാനാ തോന്നിയത്. പിന്നെ അവനും വന്നിട്ടുണ്ടായിരുന്നു, ആ സച്ചി എന്ന് പറയുന്നവൻ. അവൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ദേ ആ ജഡ്ജി ഉണ്ടല്ലോ, അവന്റെ സൈഡായി. എന്തൊക്കെയാ നടന്നതെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ഓർത്തെടുക്കാൻ തന്നെ പേടിയാവുക. അതുപോലെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്നെ നാണം കെടുത്തിയത്, അന്ന് അവന് ആ ഫംഗ്ഷനിൽ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്നെ നാണം കെടുത്തിയെങ്കിൽ ഇന്ന് അവൻ കോടതിക്ക് മുമ്പിലിട്ട് എന്നെ വെള്ളം കുടിപ്പിച്ചു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഇനി ഒരിക്കലും അവനുമായിട്ട് അവനെ കാണരുതെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സച്ചിയോ രവീന്ദ്രനെയോ അവന്റെ കുടുംബത്തെയോ എന്റെ മുമ്പിൽ വല്ലതും വന്ന് നിന്നാലും ഞാൻ കൊല്ലും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത്ര ദേഷ്യത്തിലാണ് വർഷയുടെ അച്ഛനുള്ളത്. ഏതായാലും ഇതേ സമയമാണ് നമ്മുടെ ശ്രീകാന്ത് വർഷയായിട്ട് വരുന്നത് കേട്ടോ. അങ്ങനെ വർഷയുടെ വീട്ടിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ശ്രീകാന്ത് വണ്ടി നിർത്തിയിട്ട്, വർഷയെ നീ പൊക്കോ, വന്ന ഞാൻ പോവുക ബൈ എന്നൊക്കെ പറഞ്ഞിട്ട് പോകാൻ തുടങ്ങിയപ്പോൾ വർഷ പറഞ്ഞു, അതെന്തു പണിയാ ശ്രീകാന്തെ നീ കാണിക്കുന്നത്? ഇത്ര അടുത്ത് എന്റെ വീടിന്റെ മുറ്റം വരെ വന്നിട്ട് വീട്ടിൽ കയറാതെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാ ശരിയാവുന്നത്? അത് നല്ല ഇടപാടല്ലല്ലോ, അത് നല്ല കാര്യമല്ലല്ലോ. ഇവിടെ വരെ വന്നല്ലേ, എന്റെ അച്ഛനെയും അമ്മേനെയും കണ്ടൊന്ന് പരിചയപ്പെട്ടിട്ടൊക്കെ പോകാം എന്ന് പറഞ്ഞപ്പം, അത് വേണോ, അത് പ്രശ്നം വല്ലതും ആകുമോ? എന്ത് പ്രശ്നം ആകാന്, എന്റെ ഫ്രണ്ടിനെ ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തുന്നത് അത് വലിയ പ്രശ്നമൊന്നും ആകാൻ പോകുന്നില്ല. അതുകൊണ്ട് ബാ നമുക്ക് അച്ഛനമ്മയെ ഒന്ന് പരിചയപ്പെടാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീകാന്തിനെ വിളിച്ചുകൊണ്ട് വർഷ നേരെ ചെല്ലുകയാണ്. ആരുടെ അടുത്തേക്ക്? വർഷയുടെ അച്ഛന്റെ അമ്മയുടെ അടുത്തേക്ക്. ഒന്നാമത് കലിതുള്ളി നിൽക്കുകയാണ് വർഷയുടെ അച്ഛൻ. രവീന്ദ്രന്റെ സച്ചിയുടെ കാര്യം ഓർത്തിട്ട് ദേഷ്യം വന്ന് നിൽക്കുന്നപ്പോഴത്തേക്കാണ് നമ്മുടെ ശ്രീകാന്തിനെ ആയിട്ട് വർഷ ചെല്ലുന്നത്. ശ്രീകാന്തിനെ അറിയാമേ, അന്ന് ഫംഗ്ഷനിൽ വെച്ച് ശ്രീകാന്തിനെ കണ്ടിട്ടുണ്ട്. ശ്രീകാന്താണ് നമ്മുടെ രവീന്ദ്രന്റെ നടുക്കത്തെ മകൻ എന്നും അറിയാം. നടുക്കത്തെ മകനല്ല, ഇളയ മകൻ എന്നും അറിയാം. അങ്ങനെ വർഷ ചെല്ലുന്ന ഉടനെ തന്നെ ഇവര് രണ്ടുപേരും വർഷേനെ ഇങ്ങനെ നോക്കുക, ആ മോള് വന്നോ എന്നും പറഞ്ഞു ആണ് ഇങ്ങനെ നോക്കുന്നത്. അപ്പോഴേക്കും ശ്രീകാന്തെ അവിടെ നിൽക്കാതെ കേറി വാ എന്ന് പറഞ്ഞ് ശ്രീകാന്തിനെ വിളിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് ഞെട്ടിപ്പോയി കേട്ടോ വർഷയുടെ അച്ഛൻ. നോക്കിയപ്പോഴത്തേക്ക് ശ്രീകാന്ത് രവീന്ദ്രന്റെ മകന്. ഇത് കണ്ടിട്ട് എന്ത് പറയണമെന്നറിയില്ല, ആ ഒരു അവസ്ഥയിൽ നിൽക്കുക. അതുപോലെ തന്നെ നമ്മുടെ വർഷയുടെ അമ്മയും വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. ശ്രീകാന്തിനെ കണ്ടതും നമ്മുടെ വർഷയുടെ അമ്മയുടെ മുഖമൊക്കെ അങ്ങ് മാറി കറുത്തു വിളറി വെളുത്തു. അതുപോലെ തന്നെ വർഷയുടെ അച്ഛൻ്റെയും. അപ്പോഴേക്കും തന്നെ നമ്മുടെ ശ്രീകാന്തും കണ്ടു ഇവരെ കണ്ടപ്പോൾ ശ്രീകാന്തിന് പെട്ടെന്ന്, എന്റെ ദൈവമേ, ഇവരുടെ മകളായിരുന്നു വർഷ, എനിക്ക് ഈ കാര്യം അറിയത്തില്ലായിരുന്നല്ലോ എന്നായിപ്പോയി. കാരണം അന്ന് അത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കിക്കിട്ട് പോയതും ഈ പുള്ളിക്കാരൻ തന്നെയാണ് തന്റെ അച്ഛന്റെ പെൻഷൻ തടഞ്ഞു വെച്ചേക്കുന്നതെന്നും ഒക്കെ അറിയാം നമ്മുടെ ശ്രീകാന്തിന്. അപ്പൊ ശ്രീകാന്ത് ഒന്ന് കയറി വരാൻ വേണ്ടി മടിച്ചു. അപ്പം വർഷം വിളിച്ചിട്ട് ദേ ഇതാ എന്റെ അച്ഛൻ എന്നൊക്കെ പറഞ്ഞ് അച്ഛനെ പരിചയപ്പെടുത്തി. മനസ്സോടെ കൈയൊക്കെ കൊടുത്തു. ഏതായാലും നമ്മുടെ ശ്രീകാന്ത് കൈ കൊടുത്തപ്പോഴത്തേക്കും വർഷയുടെ അച്ഛനും കൈ കൊടുത്തു, ഷൈക്കാൻഡൊക്കെ കൊടുത്തു. ഏതായാലും ഇതാണ് എൻ്റെ അമ്മ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുത്തി, പേരൊക്കെ ചോദിച്ചു. അങ്ങനെയൊക്കെ പരിചയപ്പെട്ട ഉടനെ തന്നെ നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു, അത് വർഷേ എനിക്ക് പോകണം, ഞാൻ പൊക്കോട്ടെ. അതെന്താടാ തനിക്ക് ഇത്ര തീർതി, കുറച്ച് ചായയൊക്കെ കുടിച്ചിട്ട് പോകാന്നേ. അതെ, നിന്റെ അത്രയും ടേസ്റ്റ് ആയിട്ട് എൻ്റെ അമ്മ ഏതായാലും ചായ ഉണ്ടാക്കാനൊന്നും പോകുന്നില്ല, എങ്കിലും ആദ്യമായിട്ട് വീട്ടിലേക്ക് കയറി വന്നല്ലേ, ഒരു കോഫി കുടിച്ചിട്ട് പോകാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞ് ശ്രീകാന്ത്
ഒഴിഞ്ഞു മാറി അങ്ങ് പോയി കേട്ടോ. ശ്രീകാന്തിന് അവിടെ ചെന്നപ്പോൾ ശ്വാസം മുട്ടിപ്പോയി എന്ന് പറയുന്നതാണ് സത്യം. അത്രയ്ക്ക് ഒരു അവസ്ഥയായി പോയി ശ്രീകാന്തിന്. ഏതായാലും ശ്രീകാന്ത് അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും വർഷ പറഞ്ഞു, എൻ്റെ ഫ്രണ്ടിനെ കണ്ടില്ലേ, ഇതാണ് ശ്രീകാന്ത്. അന്ന് ഞാൻ ഇവന്റെ വണ്ടിയുടെ പുറകെ കയറി പോയതിനല്ലേ നിങ്ങൾ വലിയൊരു ഭൂകമ്പം ഉണ്ടാക്കിയത്. ഇന്നേ അവൻ എന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി വന്നാന്ന് പറഞ്ഞു. ഇത് കേട്ടതും നമ്മുടെ വർഷയുടെ അമ്മ ഇങ്ങ് വന്നില്ല. കണ്ടില്ലേ അവളുടെ തോന്നിവാസം, പറ്റിയ ആളോട് അവള് കൂട്ടുകൂടിയേക്കുന്നത്. എടി നിന്റെ അച്ഛന്റെ ഒന്നാന്തര ശത്രു എന്ന് പറഞ്ഞു. ശത്രുവോ? അതെങ്ങനെ ശ്രീകാന്ത് ശത്രുവാകും? അല്ല, നിങ്ങൾക്ക് ഇതിനു മുമ്പ് ശ്രീകാന്തിനെ കണ്ട് വല്ല പരിചയമുണ്ടോ? ദേ എന്റെ പൊന്നുമോളെ, നീ അച്ഛനോട് ചോദിക്ക, അച്ഛൻ ബാക്കി പറയുന്നു പറഞ്ഞപ്പോഴത്തേക്കും എല്ലാ കഥയും നമ്മുടെ വർഷയുടെ അച്ഛൻ പറയുകയാണ്. ഇങ്ങനെയായിരുന്നു സംഭവങ്ങൾ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവിടെ പ്രശ്നം ഉണ്ടാവുകയും എന്നെ അടിക്കാൻ ഒരുങ്ങുകയും കോളറയിലൊക്കെ കയറി പിടിക്കുകയും ഒക്കെ ചെയ്തു. അതുമല്ല, ഇപ്പം ഞാൻ ആ ഒരു കോർട്ടിൽ പോയിട്ട് വന്നിരിക്കുകയാണ്, എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്നെ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അതെ, ഈ കഥയൊക്കെ കേട്ടിട്ട് എനിക്ക് ന്യായം അച്ഛന്റെ സ്ഥാനത്താണെന്ന് തോന്നുന്നില്ല. ആ ന്യായം എന്നൊക്കെ പറയുന്നത് ശ്രീകാന്തിന്റെ അച്ഛന്റെ സ്ഥാനത്ത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു പറഞ്ഞപ്പോഴത്തേക്കും വർഷയുടെ അമ്മ വന്നിട്ട് പറഞ്ഞു, നീ ഇനി അതും കൂടെ പറ. എടി നിന്റെ അച്ഛന്റെ കൂടെ നിക്കടി നീ. ദേ ഇനി ഇതുപോലെയുള്ള തെമ്മാടികളുടെ കൂടെ കറങ്ങാനെങ്ങാനും പോയാലുണ്ടല്ലോ. അല്ല, എന്താ അമ്മ പറഞ്ഞത്? തെമ്മാടിയോ? ആര് തെമ്മാടി? അവനെ അന്തസ്സായിട്ട് ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ച് ജോലി ചെയ്യുന്ന ഒരു നല്ലൊരു ഷെഫാ. അവനെ കുറിച്ച് അമ്മയ്ക്ക് അറിയാഞ്ഞിട്ടാ. അവനുണ്ടാക്കുന്ന ഫുഡ് ഉണ്ടല്ലോ എന്ത് ഡിമാൻഡാണെന്ന് അറിയാമോന്ന് പറഞ്ഞപ്പോ പിന്നെ അടുക്കളക്കാരനല്ലേ വലിയ ഡിമാൻഡ്. അതെ, അടുക്കളക്കാരനായിട്ട് പൂച്ചിക്കൊന്നും വേണ്ട, ഏത് ജോലിക്കും അതിൻ്റെതായ മാന്യതയും അന്തസ്സും ഉണ്ടമ്മേ. പിന്നെ അച്ഛൻ ചെയ്ത പ്രവർത്തിക്ക് ഇതല്ല, ചിലപ്പോൾ ഇതിനപ്പുറം അവർ ചെയ്തെന്നിരിക്കും. പിന്നെ നിങ്ങളുടെ കുടുംബക്കാർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നും പറഞ്ഞ് എന്നെ ശ്രീകാന്തിനെ അതിലേക്ക് വലിച്ചടയ്ക്കാനൊന്നും നോക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷ ദേഷ്യം വന്നിട്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ വർഷയുടെ അച്ഛൻ പറഞ്ഞു, മോളെ നിൽക്കും മോളെ, ഞാൻ പറയുന്ന കേക്ക്, അതിന് നീ കൂട്ടുകൂടണ്ട എന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. അതെ, മോള് കൂട്ടുകൂടിക്കോ, അതിനിപ്പോ എന്താ പ്രശ്നം? അതിനൊരു പ്രശ്നമില്ല. ഇവള് വായി തോന്നൊക്കെ പറയുന്നൊക്കെ പറഞ്ഞ് അച്ഛൻ കുറച്ച് സോപ്പൊക്കെ ഇട്ടു. ഏതായാലും വർഷയുടെ അമ്മ കലിതുള്ളി നിൽക്കുകയാണ്. അച്ഛന്മാര് സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ, പതിയെ പിടിച്ചൊരു സോപ്പിടല് ഇടും. നമ്മൾ അമ്മമാര് കലി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പെടുത്ത് ചിലപ്പോൾ അടിയൊക്കെ കൊടുക്കും. പക്ഷെ അച്ഛന്മാർ ഇച്ചിരി സോപ്പൊക്കെ ഇട്ടാണല്ലോ സംസാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ വർഷ അങ്ങ് പോയി കഴിഞ്ഞപ്പോ ഇനിയിപ്പൊ എന്താ ഏട്ടാ ചെയ്യുക? എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ഇനി അവന്റെ കൂടെ എങ്ങാണ് ഇവിടെ ഇറങ്ങി പോവോ? നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? അവക്ക് അങ്ങനെയൊന്നും കാണില്ല. ഇപ്പോഴത്തെ കുട്ടികള് വെറുതെ ഫ്രണ്ട്ഷിപ്പ് ഒക്കെയാ. ഈ ചങ്കെന്നും ചങ്കിടുപ്പെന്നും പറഞ്ഞും ബെസ്റ്റി എന്നൊക്കെ പറഞ്ഞ് കൂടെ നടക്കുകയുള്ളൂ, അല്ലാതെ വേറൊരു കുഴപ്പം ഉണ്ടാവില്ല. എങ്കിൽ പിന്നെ അവൾക്ക് എത്രയും പെട്ടെന്ന് ഒരു കല്യാണം ആലോചിക്ക്, എന്റെ മനസ്സ് പെടപെടാ ഇടിക്കുക എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പൊ ആ ഒരു സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞാല് നമ്മുടെ സച്ചിയും രവീന്ദ്രനും കൂടെ ചെല്ലുകയാണ്. എങ്ങോട്ടേക്കാ ചെല്ലുന്നത്? ഒരു മാലയൊക്കെ കഴുത്തയിൽ ഇട്ടോണ്ടാട്ടോ ചെല്ലുന്നത്. കാരണം സച്ചി ഒരു മാലയൊക്കെ മേടിച്ചിട്ട് കൊടുത്തു. ജയിച്ചതല്ലേ, ജയിച്ചതിന്റെ പവർ കാണിക്കണ്ടേ. അങ്ങനെ വീട്ടിലേക്ക് ചെന്നു കഴിഞ്ഞപ്പോ ഈ മാലയൊക്കെ ഇട്ടോണ്ട് വരുന്നത് കണ്ടപ്പോഴത്തേക്ക് ഇതെന്താ നിങ്ങൾ ഈ മാലയൊക്കെ ഇട്ടിട്ട് വരുന്നത്? ഓഹോ, എനിക്ക് മനസ്സിലായി. മിക്കവാറും ഇവക്ക് വല്ല കച്ചവടം ഒന്നും കാണത്തില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും അല്ലെ മാലയൊക്കെ ഇട്ടോണ്ട് വരുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അതെ, ഇത് വെറുതെ ഇട്ട മാലയൊന്നുമല്ല, അച്ഛൻ ജയിച്ചിട്ട് വരിക. അല്ല, നിന്റെ അച്ഛൻ ഇതിനിടയിൽ എന്ത് മത്സരത്തിനാ ചേർന്നത്? വല്ല ഇലക്ഷനും ഉണ്ടായിരുന്നോ? ഈ വയസ്സാം കാലത്ത് നിങ്ങൾക്ക് വേറൊരു പണിയില്ല മനുഷ്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്ര ഇങ്ങനെ ദേഷ്യപ്പെടും. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിയൊക്കെ ഉണ്ട് കേട്ടോ, രേവതിയൊക്കെ അവിടെ നിപ്പുണ്ട്. അപ്പോഴേക്കുമാണ് നമ്മുടെ സച്ചി പറഞ്ഞത്, അതെ അച്ഛൻ ജയിച്ചിട്ട് വരുന്ന വേറെ ഒന്നിനും അല്ല, അതെ ഒരു ആരതി ഇങ്ങോട്ടോണ്ട് വന്നേ, ആരതി ഒഴിഞ്ഞു വേണം അച്ഛൻ്റെ അകത്ത് കയറ്റാന്. എന്തിനാ ആരതിയൊക്കെ ഒഴിഞ്ഞു കയറ്റണത്? അതെ, നിങ്ങളുടെ മകന് എവിടെയോ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ വരെ നിങ്ങൾ ആരതി ഒഴിഞ്ഞ് അകത്ത് കയറ്റാങ്കിലേ അച്ഛനെ ആരതി ഒഴിഞ്ഞ് കയറ്റാന്ന് പറയുമ്പോ പിന്നെ ആരതി ഒഴിഞ്ഞ് കയറ്റാൻ പറ്റിയ മുതലാണല്ലോ. ദേ എന്റെ പൊന്നു സച്ചി, നീ പോകുന്നുണ്ടോ? വേണമെങ്കിൽ കയറി വാന്ന് പറഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക അച്ഛാന്ന് പറഞ്ഞു. അതെ ചന്ദ്രേ, പെൻഷൻ മുടങ്ങിക്കിടക്കല്ലായിരുന്നോ? അത് പാസ്സായി. ഇനി അടുത്ത മാസം മുതൽ പെൻഷൻ കിട്ടും. അതുമല്ല, അയാൾ തടഞ്ഞു വെച്ചതിന് നഷ്ടപരിഹാരമായി 1 ലക്ഷം രൂപയും കിട്ടും. ഇത് കേട്ടത് നമ്മുടെ ചന്ദ്രയുടെ മുഖത്തുണ്ടല്ലോ അങ്ങോട്ട് പുഞ്ചിരി അങ്ങോട്ട് വിടർന്നില്ല. ചന്ദ്ര പറഞ്ഞു, സത്യമാണോ ഞാൻ ഈ കേൾക്കുന്നത്? 1 ലക്ഷം രൂപ കിട്ടുമോ? 1 ലക്ഷം രൂപ കിട്ടും. എന്റെ അച്ഛൻ ഇത് നേരത്തെ അച്ഛൻ പറയുമായിരുന്നെങ്കിൽ ഇപ്പൊ ആരത്തി തന്നെ ഒഴിഞ്ഞ് അമ്മ അകത്ത് കയറ്റിയാനെ. 1 ലക്ഷം രൂപയിലായിരിക്കുമല്ലോ ഇനി അമ്മയുടെ മകന്റെ ഒക്കെ കണ്ണ് എന്നിങ്ങനെ സച്ചി പറഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്കും നീ നിർത്തണമെന്ന്, നീ കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട. എന്റെ ഭർത്താവിന്റെ പെൻഷൻ തുകയെ എനിക്കും അവകാശപ്പെട്ടതാ. ഓ ഇനിയിപ്പൊ അടിച്ചു മാറ്റാനുള്ള ഇതിലായിരിക്കും. ദേ അച്ഛാ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം,
അച്ഛന്റെ പെൻഷൻ തുക അത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്താൽ മാത്രം മതി, അതും അച്ഛന്റെ പേരിൽ. അല്ലാതെ ഇവിടെ വേറെ ആർക്കും അത് കൊടുക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അതെ നിനക്ക് മാത്രമല്ലടാ 3 മക്കൾക്ക് ഒരുപോലെ അവകാശമാ ഈ പെൻഷൻ തുക എന്ന് പറയുന്ന സാധനം. അതെ 3 മക്കൾക്ക് ഒരുപോലെ തന്നെ അവകാശം. അത് അച്ഛൻ കൊടുക്കേണ്ട സമയത്ത് കൊടുത്തോളും. അല്ലാതെ ഇനിയിപ്പോ ആരും ഭീഷണിപ്പെടുത്തി നോക്കാനൊന്നും ഇവിടെ നോക്കണ്ട. കൊണ്ടുപോയല്ലോ 50 ലക്ഷം രൂപ, അത് കൊണ്ടുപോയി തൊലച്ചല്ലോ, അത് മതി. ഇനി കൂടുതൽ തുകയൊന്നും അങ്ങോട്ടേക്ക് തരാനില്ല. ദേ ഇനിയിപ്പോ ഇങ്ങോട്ടേക്കാ നീ കടക്കാരൻ, അത് നീ ഓർത്തോണം. അത് ഓർത്താൻ നിനക്ക് കൊള്ളാന്ന് നമ്മുടെ ശ്രുതിയോട് പറയുകയാണ്. ഏതായാലും ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതിക്കും ദേഷ്യം വന്നു കേട്ടോ. അപ്പോഴേക്കുമാണ് നമ്മുടെ ചന്ദ്ര എടുത്തിട്ടത്. ഇതെല്ലാം എന്റെ ശ്രുതിമോളുടെ ഐശ്വര്യ, അവള് വിവാഹം കഴിഞ്ഞ് ഈ വീട്ടിൽ വന്നത് കൊണ്ടാ ഇപ്പൊ ഇങ്ങനെ ഒരു ശുഭവാർത്ത കേട്ടത്. മോളെ ശ്രുതി, നീ ഐശ്വര്യമുള്ള പെൺകുട്ടിയാടി, അല്ലാതെ ചിലര് കയറി വന്നതുപോലെ എല്ലാം മുടിപ്പിക്കാൻ വേണ്ടി വന്നതൊന്നും അല്ല എന്നിങ്ങനെ രേവതിനെ നോക്കി ഇങ്ങനെ പറഞ്ഞു. ഇത് നമ്മുടെ സച്ചിക്ക് പിടിച്ചില്ല കേട്ടോ. സച്ചി പറഞ്ഞു, അല്ല ആരാ ഐശ്വര്യമുള്ളത്? കേട്ടില്ല, പറയട്ടെ. അല്ല ഒന്നുകൂടെ പറഞ്ഞേ. എന്റെ ശ്രുതി മോള് ഐശ്വര്യം ഉള്ളത് കൊണ്ട് തന്നെയാ ഇത് കിട്ടിയത്. അല്ലാതെ ഇവിടെ പലരും കയറി വന്നപ്പം ഒരാള് ജയിലിൽ പോകുന്നു, ഒരാളുടെ പെൻഷൻ ഇല്ലാതാകുന്നു, എന്തൊക്കെ ദാരിദ്ര്യമായിരുന്നു ഈ വീട്ടില്. അല്ല ഒരാളുടെ വണ്ടി എങ്ങാണ്ട് വർക്ക്ഷോപ്പിലായിട്ട് ഇതുവരെ ഇറക്കിയിട്ടുമില്ലല്ലോ. അതുപോലെ അല്ലടാ, ഇവൾ ഇവിടെ കയറി വന്നപ്പോ ശ്രുതിക്ക് ജോലി കിട്ടി. ഇപ്പം ദേ ഇങ്ങനെ പെൻഷൻ കാശും കിട്ടി. അത് ആരുടെ ഐശ്വര്യ? എന്റെ ശ്രുതി മോളുടെ ഐശ്വര്യ എന്ന് പറഞ്ഞ് ശ്രുതിനെ അങ്ങോട്ട് പോക്കാനും തുടങ്ങി കേട്ടോ. ഇത് കേട്ടപ്പോൾ നമ്മുടെ രേവതിക്ക് ഒരു ചെറിയ വിഷമം വന്നു. ഏതായാലും നമ്മുടെ സച്ചി വിട്ടുകൊടുത്തില്ല. സച്ചി നല്ലത് വെച്ച് നമ്മുടെ രേവതിക്കല്ല സോറി ചന്ദ്രയ്ക്ക് കൊടുക്കുകയും ചെയ്തു. അതിന്റെ കൂടി 50 ലക്ഷത്തിന്റെ കഥയും കൂടെ എടുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. ശ്രുതിയുടെയും വായയുടെയും ചന്ദ്രയുടെയും വായയുടെയും ഏതായാലും സന്തോഷത്തോടു കൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ സച്ചിയല്ല രവീന്ദ്രൻ പറയുന്നത്, ഏതായാലും അമ്മയോട് ഈ സന്തോഷ വാർത്ത ഒന്ന് വിളിച്ചു പറയട്ടെ. അമ്മ ഒരുപാട് സങ്കടപ്പെട്ട് ഒരുപാട് പ്രാർത്ഥിച്ചു വഴിപാടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രയുടെ മുഖം പിന്നെ ഇനി ആ തള്ളനെ വിളിച്ച് പറയുന്ന കുഴപ്പം കൂടെ ഉള്ളൂ എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അങ്ങനെ രവീന്ദ്രൻ ഫോൺ വിളിക്കുകയാണ്. അപ്പൊ രവീന്ദ്രൻ ഫോൺ വിളിച്ചപ്പോഴത്തേക്കും നമ്മുടെ അച്ഛമ്മ ഫോൺ എടുത്തിട്ട്, എന്താടാ രവീന്ദ്ര 2-3 ദിവസം ആയല്ലോ നീ വിളിച്ചിട്ട്, അതെ ഈ അമ്മേനെ മറന്നു എന്ന് ചോദിച്ചപ്പോ, അമ്മേനെ മറന്നിട്ടൊന്നും അല്ലമ്മേ, കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതെ പെൻഷൻ കിട്ടാതെ തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നല്ലോ ആ ഓഫീസർ. ഏതായാലും ഇന്ന് വിധി വന്നു, എനിക്കിനിയിപ്പോ പെൻഷനും കിട്ടും, അതിനോട് 1 ലക്ഷം രൂപയും നഷ്ടപരിഹാരമായിട്ട് കിട്ടുന്നു. ഇത് കേട്ടതും, ആണോ സത്യമാണോ ഞാൻ ഈ കേൾക്കുന്നത്? എന്റെ ഈശ്വര, എന്റെ ദേവിയെ, എന്റെ പ്രാർത്ഥന കേട്ടല്ലോ. അല്ലെങ്കിലും ഇതിങ്ങനെയൊക്കെ സംഭവിക്കുള്ളൂ എന്ന് എനിക്ക് അറിയാം. എന്തിയാ കൊച്ചു കള്ളൻ സച്ചി അവിടെ ഉണ്ടോ? അന്ന് ഞാൻ പറഞ്ഞില്ലടാ സച്ചി, നിന്നോട് ഞാൻ അന്ന് പറഞ്ഞ, അപ്പൊ ലൗഡ് സ്പീക്കറിൽ ഇട്ടാട്ടോ കേൾപ്പിക്കുന്നത്, നിന്നോട് ഞാൻ അന്ന് പറഞ്ഞതല്ലേ, ശാന്തി മുഹൂർത്തം നടന്നു കഴിഞ്ഞാൽ ഐശ്വര്യങ്ങൾ ഇങ്ങനെ കുന്നുകൂടി വരും. ആ ഐശ്വര്യം ഇത് രേവതിയുടെ സച്ചിയുടെ ശാന്തി മുഹൂർത്തം കഴിഞ്ഞല്ലോ, അതിന്റെ ഐശ്വര്യവാ എന്ന് പറഞ്ഞു. ഇതിങ്ങോട്ട് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ചന്ദ്രയ്ക്ക് ക്ലിക്കാകുന്നത്. എന്റെ ഈശ്വര, ശാന്തി മുഹൂർത്തം കഴിഞ്ഞോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുക. ശ്രുതിയും ഞെട്ടിപ്പോയി. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചിക്ക് വെറുതെ നാണം വന്നിട്ട്, അച്ഛമ്മ ഒന്ന് അച്ഛമ്മ ഇങ്ങനെയൊന്നും പറയാതെ. പിന്നെ അച്ഛമ്മ എന്താടാ പറയേണ്ടത്? ഞാൻ അന്ന് നിന്നോട് പറഞ്ഞതല്ലേ, അന്ന് എന്നോട് ശാന്തി നോക്കിപ്പിച്ചപ്പോ പറഞ്ഞതാ, ശാന്തി മുഹൂർത്തം കഴിഞ്ഞ് നിങ്ങൾ ഒന്നാകുകയാണെങ്കിൽ, നിങ്ങൾ ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിക്കാൻ തുടങ്ങുന്ന ആ ഒരു സമയത്ത് ഐശ്വര്യം വന്നു ചേരുന്ന കുടുംബത്തിന്, അതാ എന്റെ രേവതി മോളുടെ ഐശ്വര്യം, നിങ്ങളുടെ ശാന്തി മുഹൂർത്തം കഴിഞ്ഞതിന്റെ ഐശ്വര്യം എന്ന് പറഞ്ഞ അച്ഛമ്മ അങ്ങ് രേവതിനെ പുകഴ്ത്താനും തുടങ്ങി. നമ്മുടെ ചന്ദ്രയ്ക്ക് അങ്ങോട്ട് കാലി വരാനും തുടങ്ങി. ചന്ദ്ര, എന്റെ ദൈവമേ, ഇനിയിപ്പം ഉടനെ വല്ല കുഞ്ഞും പിറക്കുമോ എന്നുള്ള രീതിയിലായിപ്പോയി. ഏതായാലും നമ്മുടെ രേവതിയോടും ഇങ്ങനെ സംസാരിച്ചു, സച്ചിയോടൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിക്ക് അരിശം വന്നു കേട്ടോ. കാരണം അച്ഛമ്മ എപ്പോഴും പുകഴ്ത്തുന്നത് നമ്മുടെ രേവതീനെ തന്നെയാണ്, സച്ചിനെ രേവതീനെ തന്നെയാണ്. പിന്നെ ശ്രുതിനെ പുകഴ്ത്താൻ ഒരാൾ മാത്രമേ ഉള്ളൂ, നമ്മുടെ ചന്ദ്ര. പിന്നെ ചന്ദ്ര പറയുന്നതെല്ലാം സത്യമല്ല എന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. അപ്പൊ അതുകൊണ്ട് തന്നെ ചെറിയ കുശുമ്പും അസൂയൊക്കെ മനസ്സിൽ ഇങ്ങനെ കയറി നിൽക്കുകയാണ് നമ്മുടെ ശ്രുതിയുടെ. ഇതിന്റെ ഇടയിൽ നമ്മുടെ സച്ചി ഒരു കാര്യം കൂടെ അച്ഛമ്മയോട് ചോദിച്ചു. അതെ അച്ഛമ്മേ, എപ്പോഴാ അച്ഛനുണ്ടായത് അച്ഛമ്മയ്ക്ക് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അതെന്തിനാ മോനെ നീ പറയുന്നത്? അതെ ഉണ്ട്, എന്താന്ന് വെച്ചാൽ ഒന്ന് പറയേ, എപ്പോഴാ അച്ഛനുണ്ടായത് എന്ന് പറയാൻ പറഞ്ഞപ്പം, അത് പിന്നെ 4 വർഷം കഴിഞ്ഞ്, എനിക്കും നിന്റെ അച്ഛനും 4 വർഷം കഴിഞ്ഞ രവീന്ദ്രൻ ജനിക്കുന്നത്. ആണോ? അപ്പൊ 4 വർഷം കഴിഞ്ഞാലേ കുട്ടികളുണ്ടായത്? അപ്പൊ നമ്മുടെ അച്ഛമ്മ പറഞ്ഞു, അതെ ഒരു കാര്യം നീ ശ്രദ്ധിക്കണം, പിന്നെ ആ വീട്ടിലും 3 ആൺപിള്ളാര്, എനിക്കും 3 ആൺപിള്ളാര്. അപ്പൊ നീ ഇനി രേവതിക്ക് കൊടുക്കാൻ പോകുന്ന ഒരു പെൺകുഞ്ഞിനെ ആയിരിക്കണം. നമ്മുടെ കുടുംബത്തിലെ രേവതിനെ പോലെ ഒരു മഹാലക്ഷ്മിയായ പെൺകുഞ്ഞാ പിറക്കേണ്ടതെന്ന് പറയുമ്പോഴത്തേക്കും, പെൺകുഞ്ഞോ? അത് വേണ്ട. പെണ്ണുങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ എന്താ ഉണ്ടാകാൻ പോകുന്നതെന്ന് അറിയാമോ?
തമ്മിത്തല്ല് ആണുങ്ങളാണെങ്കിൽ ഒരു തമ്മിത്തല്ലും ഉണ്ടാവില്ല. പെണ്ണുങ്ങൾ ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലേ തമ്മിത്തല്ലുണ്ടാകും. അവിടെ പറയുന്നത് ഇവിടെ പറയും, ഇവിടെ പറയുന്നു അവിടെ പറയുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ സച്ചി പറഞ്ഞപ്പോൾ രേവതി ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുകയാണ് കേട്ടോ. അത് മാത്രം നമ്മുടെ രേവതിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അപ്പൊ ഇതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും മിസ് ചെയ്ത് കളയാതെ രാവിലെ തന്നെ വരണേ. 6:45 നമ്മൾ നാളത്തെ ഫുൾ വിശേഷവുമായിട്ട് വരും. അതുപോലെ തന്നെ നമ്മുടെ പുതിയ ചാനലല്ല പഴയ ചാനലാണ് ചിന്നു സീരിയൽ. അതിന്റെ ലിങ്ക് ഞാൻ കമ്മ്യൂണിറ്റി കൊടുത്തിട്ടുണ്ട്, അതായത് എൻ്റെ പോസ്റ്റിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിലാണ് നമ്മുടെ പല്ലവിയുടെയും സേതുവിന്റെയും കഥയുടെ നാളത്തെ പ്രമോ ഇട്ടിരിക്കുന്നത്. അപ്പം ആരെങ്കിലും കാണാത്തുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടിട്ട് നമ്മുടെ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. അപ്പൊ അടുത്ത വിശേഷവുമായിട്ട് കാണാം കേട്ടോ. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.